രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർ മരിച്ചു പോയിക്കോട്ടെ, അവർ എത്രയും പെട്ടെന്ന് മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ചില വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ എത്ര മോശം പ്രവൃത്തികൾ ചെയ്താലും അവർ മരിച്ചു കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഒത്തിരി നല്ലത് പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ പറയുന്നതിനോട് യോജിപ്പില്ല. അവർ ചെയ്തത് തന്നെ പറയണം. ഒരാളുടെ മരണത്തിൽ സന്തോഷം തോന്നുന്നവരുണ്ടോ? എല്ലാവരും പറയും ഒരാൾ മരിക്കുമ്പോൾ അവരുടെ മരണത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, നമ്മൾ മരിച്ച ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം, അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. എങ്കിലും എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പലരുടെ ഉള്ളിലും അവർക്ക് ദ്രോഹമായിട്ടോ അവർക്ക് അതുപോലെ സഹിക്കാൻ പറ്റില്ലാത്തവരൊക്കെ മരിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും അവർ മരിച്ചത് നന്നായി, അവർ മരിക്കേണ്ടവരായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും, ഈ ഞാനടക്കം. അത് കാരണം അതുപോലെ ദ്രോഹിച്ചവരോ അതുപോലെ നമുക്ക് വിഷമങ്ങൾ തന്നവരോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം നമുക്കങ്ങനെ തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യജീവി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. കാരണം നമ്മളല്ലാതെയൊക്കെ ചിന്തിക്കാൻ മാത്രം നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. സ്വന്തം മകളെ കൊലപ്പെടുത്തിയ വ്യക്തിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തിയ വക്കീൽ മരിച്ചപ്പോൾ ആ അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നിയെന്ന്. സങ്കടങ്ങളുണ്ട് പല കാര്യങ്ങളും ഓർത്തിട്ട്, എങ്കിലും സന്തോഷം തോന്നി. അവരത് നേരെ പറഞ്ഞു. കാരണം അവർ പറയുമ്പം അവർ ചിന്തിച്ചിട്ടുണ്ടാവും അവർ ഇത്രയും പ്രായമായവരാ, ഇനി അവരത് പറഞ്ഞതുകൊണ്ട് ഇനി അവർക്ക് ഇനി എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അവരുടെ മകളെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇനി മുമ്പോട്ടൊന്നും നോക്കാനില്ല എന്ന് തന്നെ കരുതി കൂട്ടിയായിരിക്കണം ആ അമ്മ അങ്ങനെ പറഞ്ഞത്. അത്രയ്ക്ക് ആ അമ്മയുടെ വേദനയിൽ നിന്നുമായിരിക്കും അത് പറഞ്ഞത്. ആ അമ്മ പറഞ്ഞു, പലപ്പോഴും ഞാൻ നേരിട്ട് ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് ഏറ്റെടുക്കരുത്, നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾക്കാണ് അത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ആ അമ്മ പല പ്രാവശ്യം നേരിട്ട് പറഞ്ഞിരുന്നതായിട്ടും ആ അമ്മ പറയുന്നുണ്ട്. ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആ അമ്മ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഞാൻ പോസ്റ്റിൽ കണ്ടത്. ഇത്തരം ക്രിമിനൽ കേസുകൾ ഏറ്റെടുത്ത് ഈ ക്രിമിനലുകളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് ഈ വക്കീൽ ഉണ്ടാവരുതെന്നും ഗോവിന്ദസ്വാമി മരണപ്പെടണമെന്നും ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് അമ്മ പറയുന്നുണ്ട്. ആ അമ്മ ഇങ്ങനെ പറയുന്നതിൽ അമ്മയെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ അമ്മ അനുഭവിച്ച വേദനകളിൽ നിന്നാണ് ആ മകളെ നഷ്ടപ്പെട്ട അമ്മ അത് സംസാരിക്കുന്നതെന്ന് വിവേകത്തോടെ ചിന്തിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ക്രിമിനൽ കേസുകൾ സ്ഥിരമായി ഏറ്റെടുത്ത് അതിൽ നിന്നും ആ ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുന്നതുകൊണ്ടാവാം ആ അഭിഭാഷകന് ക്രിമിനൽ അഭിഭാഷകൻ എന്ന പേര് സ്ഥിരമായി വീണത് എന്ന് ആർക്കും മനസ്സിലാവും. സൗമ്യയുടെ അമ്മ ആ പ്രാദേശിക ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ വക്കീൽ ധാരാളം പണം ഉണ്ടാക്കി, അദ്ദേഹം മരിച്ചപ്പോഴതൊക്കെ കൊണ്ടുപോയോ, അതൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നോ, അപ്പോൾ പണത്തിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ വാദിക്കുന്നത് എന്ന് പലപ്പോഴും ഇൻ്റർവ്യൂവിൽ വക്കീലിനോട് ചോദിച്ചപ്പോൾ ആ വക്കീൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്തേക്ക് ആരാണോ വരുന്നത്, വാദിയായാലും പ്രതിയായാലും ആരാണോ എന്നെ തേടി വരുന്നത്, അവരെ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗമെന്ന് എനിക്കറിയാം. എനിക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അവനവൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിക്കുകയുള്ളൂ. അവർ അന്ന് മുതൽ തീർന്നു കിട്ടണേ, വണ്ടി മുട്ടിയോ വണ്ടി മറിഞ്ഞോ എങ്ങനെയായാലും ഒന്ന് തീർന്നു കിട്ടണേ, ഇതുപോലുള്ള കേസുകൾ വാദിക്കാനൊന്നും ഉണ്ടാവരുതെന്നൊക്കെ നമ്മളും പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യർ സഹജമായുള്ള ചിന്തകളല്ലേ നമ്മൾക്ക് വരുള്ളൂ. ദൈവികമായ ചിന്തകൾ വരാൻ മാത്രം അത്രയ്ക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല, എനിക്കങ്ങനെ ചിന്തിക്കാനും പറ്റത്തില്ല. വക്കീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ഏത് കേസും അത് ഏറ്റെടുക്കുക, അത് വാദിയായാലും പ്രതിയായാലും ആ കേസ് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലുള്ള നീതി എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത്തരം കേസുകൾ ഏറ്റെടുക്കുമ്പോൾ അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ഞാൻ ചെയ്യുന്നത് അത് നല്ല പ്രവൃത്തിയല്ല, അത് ആ വ്യക്തിയെ നമ്മൾ രക്ഷപ്പെടുത്തരുത് എന്ന് നമ്മളുടെ മനസാക്ഷി പറയുന്നതിനനുസരിച്ച് ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒത്തിരിയും നമ്മുടെ രാജ്യത്ത്
ഇതുപോലുള്ള ക്രിമിനലുകളെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്താൻ ആളില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും കുറേയൊക്കെ ഇത്തരം പ്രവൃത്തികൾക്ക് അറുതി വരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. കാരണം ഇതുപോലുള്ള ക്രിമിനലുകളെ ഒക്കെ ഇതുപോലെയൊക്കെ വിജയിപ്പിച്ച് ശിക്ഷയിലൊക്കെ ഇളവ് മേടിച്ചു കൊടുക്കാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ ആൾ ഉണ്ടെന്നറിയുമ്പോഴായിരിക്കുമല്ലോ ഇതുപോലെയുള്ള വ്യക്തികൾ കൂടുതൽ വളരാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ഇടയാകുന്നത്. അപ്പം അവരെയൊന്നും രക്ഷപ്പെടുത്താൻ ആളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ കുറ്റകൃത്യങ്ങൾ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗോവിന്ദചാമിക്ക് താൻ ചെയ്ത തെറ്റിൻ്റെ ശരിക്കും ആ ശിക്ഷ മേടിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ആ വക്കീലിനെ ഇന്ന് എല്ലാവരും അത്രയ്ക്ക് ബഹുമാനിച്ചതിനെയായിരുന്നു, അത്രയ്ക്ക് ആ വക്കീലിനോട് ഇഷ്ടം തോന്നിയതിനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വ്യക്തി, ആ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ ക്രൂരനെ വിജയിപ്പിച്ച് തൂക്കുകയറിൽ നിന്നും ഒഴിവാക്കി കൊടുത്തപ്പോൾ എത്രയോ മനുഷ്യർ ആ വ്യക്തിയെ മനസ്സിലെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടാവും. ഇതിലെല്ലാം ഉപരി ഒരു ഫലിതമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രോഗികളുണ്ടായാലല്ലേ ഡോക്ടർമാർക്ക് പണിയുണ്ടാവുകയുള്ളൂ എന്നും, അതുപോലെ തന്നെ കേസുകളുണ്ടായാലല്ലേ, അത് ക്രിമിനലോ എന്തുമാവട്ടെ, കേസുകളുണ്ടായാലല്ലേ വക്കീലന്മാർക്ക് പണിയുണ്ടാവുകയുള്ളൂ. അപ്പം ഇത് രണ്ടും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് ഉണ്ടാവണമെന്ന് ആ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ഇത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവമാകെ കൺഫ്യൂഷനിലാകുമല്ലോ എന്താ ചെയ്യേണ്ടത് എന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, അവനവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുക. അവനവൻ്റെ മനസാക്ഷി അത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്യുക. അവനവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് അവനവൻ പ്രവർത്തിക്കുക, അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, അത് നല്ലതായാലും ചീത്തയായാലും. ഞാൻ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും പറയാറില്ല. കാരണം അതും അവനവൻ്റെ മനസാക്ഷിക്ക് എന്താണ് തോന്നുന്നത് അതല്ലേ ചെയ്യേണ്ടത്. ഇനി ഡിസ്ലൈക്ക് ചെയ്യാനാ തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ വീഡിയോയിൽ ഈ അമ്മയെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റിലൂടെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നവർ ഒന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ ഇങ്ങനെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് ആരും കമൻ്റൊന്നും ചെയ്യണ്ട കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോരോ സംഭാഷണ രീതികളുണ്ടല്ലോ, ശൈലികളുണ്ടല്ലോ. അപ്പോൾ സ്പീഡിൽ കേൾക്കേണ്ടവർക്ക് അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെ ബന്ദിപ്പൂ എന്ന് പറയുന്ന പൂവാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ചെണ്ടുമല്ലി എന്ന് ഇതിന് പറയുന്നു. എൻ്റെ ചെണ്ടുമല്ലിയിൽ 3 തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനിയും വേറെ വെറൈറ്റിയിൽ പൂക്കൾ വിരിയാനുണ്ട്. അപ്പം എൻ്റെ പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാറുണ്ട്. അപ്പം ഈ പൂക്കളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുവാനും എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. വേനലവധിയൊക്കെ അടിച്ചു പൊളിച്ച് രസിച്ചിരിക്കുന്നതിനിടയിൽ എൻ്റെ വീഡിയോ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരും സുഖമായി സുരക്ഷിതരായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.